ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒറിയോ മോളിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അറബിക് ഡെസേർട്ട് ആയിട്ടുള്ള കുനാഫ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അതൊക്കെ ട്രൈ ചെയ്യാൻ പോവാം. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂര് മമ്മിയും ഡാഡിയും മോനൊക്കെ ആയിട്ട് ഒറിയോ മോൾ കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. നല്ല സൗകര്യമുള്ള കാർ പാർക്കിംഗ് ഒക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇനി ഓരോ മോളത്തെ വിശേഷങ്ങൾ നോക്കാം നമുക്ക്. ഈ ഓറിയോ മോളിനോട് ചേർന്നിട്ട് തന്നെ ഒരു വലിയ കുളമുണ്ട്. അതാണ് ഈ മോളിൻ്റെ ഏറ്റവും അട്രാക്ഷൻ. വെറുതെ അവിടെ ഇങ്ങനെ പോയിരിക്കാൻ തന്നെ നല്ല രസമാണ്. രാത്രിയാണ് ഒന്നും കൂടി ഭംഗി. നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ആംഫി തിയേറ്റർ പോലെയൊക്കെ ഉണ്ട് സൈഡിൽ. അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. പൂജയുടെ ഒഴിവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് എൻട്രൻസ്. അപ്പം ഞങ്ങളും അവിടെ കുറച്ച് നേരമൊക്കെ കാറ്റ് കൊണ്ട് നിന്നു. അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ആ ചെടി കാണാൻ. ശരിക്കും ലോലിപ്പപ്പ് പോലെയുണ്ട്. ഒരു വഴിയുടെ മുകളിലൊരു ചുവപ്പ് കളറിലുള്ള ഒരു തരം പൂവോ ബുഷോ അങ്ങനെ എന്തൊക്കെയാണ് അത് നിറയെ വെച്ചിട്ടുണ്ട് അവർ. ഞങ്ങൾക്ക് മോളിലേക്ക് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. വെറുതെ നടക്കാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജോക്കുട്ടിനെ നന്നായിട്ട് അവനറിയാം അവൻ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. അവൻ ആദ്യമേ മോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തപ്പി നടക്കുന്ന സ്ഥലമാണ് പ്ലേ ഏരിയ. അത് നമ്മൾ കണ്ടില്ലെങ്കിൽ അവൻ നന്നായി കാണും. അത്രയ്ക്ക് ശ്രദ്ധയാണ് അത് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മോളിലെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുനാഫ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി കുനാഫ കഴിക്കലാണ്. മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നല്ല. അപ്പോൾ ബാംഗ്ലൂര് ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരം ഡെസേർട്ടാണ്, അറബിക് ഡെസേർട്ടാണ്. ഇത് ഫ്രേസർ ടൗണിലാണ്, ബാംഗ്ലൂർ തന്നെ ഫ്രേസർ ടൗണിലാണ് ഇതുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ 3 തരത്തിൽ കുനാഫ സെർവ് ചെയ്യുന്നുണ്ട് അവർ. ഒന്ന് ക്രഞ്ചി ഫ്ലേവർ, ക്ലാസിക് ഫ്ലേവർ, അതുപോലെ തന്നെ കോൺ രൂപത്തിലും കുനാഫ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ ക്രഞ്ചി നട്ടി കുനാഫീൻ അതുപോലെ തന്നെ കോൺ ന്യൂട്ടല്ല കുനാഫീൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വേണം അത് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിയിരുന്നു. നല്ല രസമുണ്ട്. ഒരു അറബിക് ടച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കണ കാണാൻ നല്ല രസമാണ്. ഒരു അടുപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മുകളിൽ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കുനാഫ വന്നിരിക്കുകയാണ്. ഇതാണ് ക്രഞ്ചി നട്ടി കുനാഫ. ഇത് കോൺ ന്യൂട്ടല്ല കുനാഫയാണ്. ഈ പച്ച നിറത്തിൽ കാണുന്നത് പിസ്തയാണ്. അതിങ്ങനെ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ സേമിയ പോലെ കാണുന്നത് കുനാഫഡോ ആണ്. നമ്മുടെ നാട്ടിൽ അത് അധികം മേടിക്കാൻ കിട്ടില്ല. അറബിക് കൺട്രീസിലൊക്കെ അത് മേടിക്കാൻ കിട്ടും, ദുബായ് പോലെയുള്ളിടത്തൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഫ്ലേവർ പറഞ്ഞോ അതും ഉണ്ടായിരിക്കും. പിന്നെ ചീസായിരിക്കാം മെയിനായിട്ട് ഉണ്ടായിരിക്കാം. ചൂടോട് കൂടിയിട്ടാണ് ഈ ഡെസേർട്ട് കഴിക്കുക. പിന്നെ ഇതിനോട് കൂടി തന്നെ ഒരു കപ്പിൽ കുറച്ച് പഞ്ചസാരയുടെ ലായനി ഉണ്ടായിരിക്കും. അതിലെന്തോ ഒരു വാനില ഫ്ലേവർ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ മധുരം ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് തിന്നുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മധുരം ആഡ് ചെയ്യാം. മധുരം കുറച്ചായിട്ട് തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തിന്നാം, അല്ലാത്തവർക്ക് ഒരുപാട് ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് തിന്നാം. വുഡിൻ്റെ പ്ലേറ്റിലാണ് ഇത് സെർവ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ള നിറത്തിൽ കാണുന്നതാണ് ചീസ്. പിന്നെ അണ്ടിപ്പരിപ്പ് അതൊക്കെ നമുക്ക് ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാതെ അതില്ലാതെയും അത് തരും. പിന്നെ ഇത് ന്യൂട്ടല്ലയാണ് ഈ കോണിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ 2 കുനാഫയും ചടപിടാന്ന് കംപ്ലീറ്റ് ആയി. കോണിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ക്രഞ്ചി നട്ടി കുനാഫയാണ്. ചെറു ചൂടോടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെസേർട്ട് ഇഷ്ടമുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു വട്ടെങ്കിലും കുനാഫ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഈ കടയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.